കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ചൂണ്ടയിടാനായിട്ട് പോകണേ. നമ്മുടെ ചൂണ്ടയിടൽ സ്പെഷ്യലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ ഇടുന്നുള്ള മാരകായുധം ഇത്. ഈ പ്രാവശ്യം മീനും കൊണ്ടേ നമ്മൾ പോകത്തുള്ളൂ. എന്തോ എല്ലാ പ്രാവശ്യം വന്നിട്ട് മീൻ കിട്ടത്തില്ല. ചുമ്മാ വരിക, ചൂണ്ടയിടുക പോവുക, ചൂണ്ടയിടുക പോവുക, ഇത് തന്നെ പരിപാടി. ഇന്ന് നമ്മൾ ഇത് നോക്കേ, ഇത്രയും പൊക്കമുണ്ട് മരങ്ങളൊക്കെ. പ്രശ്നം ഓക്കെ സില്ലാട്ടിട്ട്. ഓ മൈ ഗാഡ് മക്കളെ, ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. അടിയൊന്നും തൊഴിയൊന്നും ചെയ്യല്ലേ, പാവങ്ങളാ ഞങ്ങൾ, ഒന്നും ചെയ്യല്ലേ. ചേട്ടന്മാർ ഇവിടെ നിന്ന് ചൂണ്ട ഇടുന്നുണ്ട് സ്പോട്ടിൽ. ഇവിടെ നിന്ന് മാറിയിരിക്കും, എല്ലാവരും അണ്ണാക്കി കയറുക. അങ്ങനെ ഫസ്റ്റ് കാസ്റ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, ഈ ഒരു സ്പോട്ടിൽ കിട്ടിയിൽ ഒരു വീട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. നൈസ്. രാവിലെയൊക്കെ എണീക്കുമ്പോൾ എന്നാ സീനറിയാന്ന് നോക്കേ. കണ്ട ഈ കൊല്ലം നമ്മൾ മീന് തീറ്റ കൊടുത്ത് മടുത്തെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ കേൾക്കണ്ട, ചീത്ത വിളിക്കും. നമ്മൾ അത്യാവശ്യം നല്ലപോലെ ഇപ്പോൾ ഒരുപാട് സമയം നമ്മൾ കാസ്റ്റ് ചെയ്തു, പക്ഷെ മീനുണ്ട് ഇവിടെ. നമസ്കാരം. ഒരു പരമ ചെറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കേട്ടോ ഇവന്മാരെ പൊതുശല്യം ആയിക്കൊണ്ടിരിക്കുമാര്. അതോ ഇട്ടിട്ട് അവരെ അത് അനങ്ങുന്നതനുസരിച്ച് വരുന്നുണ്ടോ. വലിഞ്ഞേറി വന്നേക്കുന്ന ഭയങ്കര ശല്യം കേട്ടോ വന്നതാ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും കുറച്ച് തീറ്റ കൊടുക്കാം. ഇതെല്ലാം മാറ്റി പറയുന്ന രഞ്ജിത്തണ്ണം പറയുന്നത്. രഞ്ജിത്തണ്ണ ഇന്ന് അടിച്ചിരിക്കും. അല്ല, അന്ന് മരത്തിലാണെങ്കിൽ ഇന്ന് ലൈൻ കമ്പി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഉച്ചയ്ക്ക് അല്ല, ഇനിയിപ്പോ പോയി കഴിക്കാറ്റി വൈകിട്ട് ഇടയിലാണോ. അപ്പൊ ശരി, ഇനി എന്നേലും തീറ്റ കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും കയറി വരാം. മഴ പെയ്യുമ്പോഴത്തേക്കും